അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, തെറ്റുകൾ ചെയ്തു പോയ ഒരടിമ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹുവിനുണ്ടാകുന്ന സന്തോഷത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന് യാത്രയിൽ ക്ഷീണം അനുഭവപ്പെട്ടു. ആ ക്ഷീണം അകറ്റാൻ ഒരു മരത്തണലിൽ ആ മനുഷ്യൻ പോയി വിശ്രമിക്കാനിരുന്നു. ആ വിശ്രമത്തിൻ്റെ ഇടയിൽ അദ്ദേഹം ഉറങ്ങിപ്പോയി. ഉറക്കം കഴിഞ്ഞ് അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന ഒട്ടകത്തെ കാണാനില്ല. അങ്ങനെ അദ്ദേഹം പല ഭാഗങ്ങളിലായ ഒട്ടകത്തെ അന്വേഷിച്ചു. പക്ഷേ അവിടെയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം ക്ഷീണിച്ചവശനായി സങ്കടപ്പെട്ട് ആ മരത്തണലിൽ വീണ്ടും വന്ന് വിശ്രമിക്കാനിരുന്നു. ആ വിശ്രമത്തിൻ്റെ ഇടയിൽ ആ മനുഷ്യൻ ഉറങ്ങിപ്പോയി. ഉറക്കം കഴിഞ്ഞ് പെട്ടെന്ന് ഞെട്ടി ഉണരുമ്പോൾ ആ ഒട്ടകം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എല്ലാവിധ സൗകര്യത്തോടു കൂടിയും പ്രത്യക്ഷപ്പെട്ട് നിൽക്കുകയാണ്. ആ ഒട്ടകത്തെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിന്റെ ആധിക്യത്താൽ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞുപോയി, അല്ലാഹുമ്മ അൻത അബ്ദി വഅന റബ്ബുക്. അല്ലാഹുവേ, നീ എൻ്റെ അടിമയും ഞാൻ നിന്റെ രക്ഷിതാവുമാകുന്നു. യഥാർത്ഥത്തിൽ പറയേണ്ടത് അല്ലാഹുവേ, നീ എൻ്റെ രക്ഷിതാവും ഞാൻ നിന്റെ അടിമയുമാകുന്നു എന്നതാണ്. പക്ഷേ സന്തോഷത്തിന്റെ ആധിക്യത്താൽ ആ മനുഷ്യൻ പറഞ്ഞു പോയതാണ്. ഇത് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ മനുഷ്യൻ ഒട്ടകത്തെ തിരിച്ചു കിട്ടിയപ്പോൾ എത്രമാത്രമാണോ സന്തോഷമുണ്ടായത്, അതിനേക്കാൾ ഇരട്ടിയാണ് ഒരു തെറ്റുകൾ ചെയ്തു പോയ അടിമ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ അള്ളാഹുവിനുണ്ടാകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തെറ്റുകൾ ചെയ്തു പോയി എന്നതിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. പരിശുദ്ധ റമദാനിന്റെ മാസത്തിൽ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബയുള്ള നല്ല മനസ്സിന്റെ ഉടമകളായി പടച്ചറപ്പിലേക്ക് മടങ്ങാൻ നമുക്ക് സാധ്യമാകണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.